ആദ്യ കളക്ഷൻ അപ്ഡേറ്റിനെ പരിശോധിക്കാൻ നമുക്ക് തലപതി വിജയ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വലിയ രീതിയിൽ ട്രെൻഡിങ് ആവുന്ന ഒരു ഹാഷ്ടാഗ് ആണ് തലപതി വിജയ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക്. കഴിഞ്ഞ ദിവസമാണ് തെറി സിനിമയുടെ റീ റിലീസ് വന്നത്. ഫെബ്രുവരി മാസം 20 വേൾഡ് വൈഡ്. സിനിമയുടെ 4 ദിവസത്തെ ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക്. 4 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ റീ റിലീസിലെ ഗ്രോസ് കളക്ഷൻ ആയിട്ട് 1,34,00,000 ഷെയർ ആയിട്ട് 62,00,000. എന്തായാലും വലിയൊരു കളക്ഷൻ ഒന്നും ഇല്ല. റീസെന്റ് ആയിട്ട് ഒരു സിനിമയ്ക്ക് വളരെ ആവറേജ് പെർഫോമൻസ് തന്നെയാണ്. റീസെന്റ് ആയിട്ട് സിനിമേന്റെ ഒരു റീ റിലീസ് വന്നിട്ടുണ്ടായിരുന്നു തലപതി വിജയിന്റെ തെറി. ആ ഒരു സിനിമേന്റെ റീ റിലീസിനേക്കാളും കുറഞ്ഞൊരു കളക്ഷനാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമകളുടെ കളക്ഷൻ തന്നെ കുറഞ്ഞു വരികയാണ്. ഇലക്ഷനിൽ എന്താകുമെന്ന് കാത്തിരിക്കേണ്ടി വരും നമുക്ക്. അടുത്തൊരു സിനിമയാണ് വിത്ത് ലവ് എന്ന് പറഞ്ഞ അൻസരാജ് അഭിനയിച്ച ഒരു തമിഴ് സിനിമയാണ്. ഇന്ന് സിനിമ മാർച്ച് 6 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട് പല ഭാഷകളിലായിട്ട് ഡബ് ചെയ്തിട്ട്. 25 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് സിനിമേന്റെ. തമിഴ്നാട്ടിലെ സിനിമയ്ക്ക് 29,33,00,000. തെലുങ്കിലെ സിനിമയ്ക്ക് 3,02,00,000. കർണാടകയില് 2,15,00,000. കേരളത്തിലെ സിനിമയ്ക്ക് 32,00,000. റെസ്റ്റ് ഓഫ് ഇന്ത്യയില് 20,00,000. ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് 35,02,00,000. ഇനി ഈ സിനിമേന്റെ ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വെളിയിൽ 3,54,00,000. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് വേൾഡ് വൈഡ് 38,56,00,000. തിയേറ്റർ ഷെയർ മാത്രം 17 കോടിന് മുകളിൽ കാണുന്നുണ്ട്. ഈ വർഷം ടി എന്ന സിനിമയ്ക്ക് ശേഷം മറ്റൊരു വിജയമായി മാറുകയാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ വിത്ത് ലവ് എന്ന് പറഞ്ഞ പ്രണയ സിനിമ. അടുത്ത സിനിമ മലയാളത്തിൽ നിന്നാണ്. മസ്തിഷ്ക മരണം എന്ന മലയാള സിനിമയാണ്. നമ്മുടെ രജിഷ വിജയൻ അഭിനയിച്ച സിനിമയും കൂടിയാണ്. ജഗദീഷ് ഒക്കെ സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. സിനിമയുടെ കേരളത്തിലെ 7 ദിവസത്തെ കളക്ഷൻ ഒരാഴ്ചത്തെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ സിനിമയ്ക്ക് 2,03,00,000. കർണാടകയിൽ 12,50,00,000. തമിഴ്നാട് 7,60,00,000. തെലുങ്കിലെ സിനിമയ്ക്ക് 2,80,00,000. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ സിനിമയ്ക്ക് 4,50,00,000. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ 2,30,00,000 കളക്ഷൻ. ഇന്ത്യയുടെ വെളിയിൽ ഓവർസീസ് ആയിട്ട് സിനിമയ്ക്ക് 52,82,00,000. ടോട്ടൽ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 2,82,00,000. ഇനി ടോട്ടൽ കേരള ഷെയർ നോക്കുകയാണെങ്കിൽ 96,00,000. വേൾഡ് വൈഡ് ഷെയർ 1,30,00,000. വളരെ മോശമായ കളക്ഷനിലോട്ട് തന്നെയാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് സിനിമയ്ക്ക് നിലവിൽ. എന്തായാലും വരും ദിവസങ്ങളിലെ സിനിമയ്ക്ക് എന്തായാലും വലിയൊരു ഹോൾഡ് ലഭിച്ച സിനിമയ്ക്ക് എന്തായാലും ഒരു വിജയമായി മാറാൻ ചാൻസ് കാണുന്നുണ്ട്. മറ്റൊരു സിനിമയാണ് തായ് കിളവി എന്ന് പറഞ്ഞ തമിഴ് സിനിമ. സിനിമയുടെ 7 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അല്ല വേൾഡ് വൈഡ് പരിശോധിക്കാം നമുക്ക്. തമിഴ്നാട്ടിലെ സിനിമയ്ക്ക് 25,25,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. കർണാടകയിലെ സിനിമയ്ക്ക് 1,91,00,000. തെലുങ്കിലെ സിനിമയ്ക്ക് 30,00,000. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ സിനിമയ്ക്ക് അങ്ങനെ 29,00,000. അങ്ങനെ ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ 27,05,00,000 അല്ലെങ്കിൽ 75,00,000. സിനിമേന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് ഓവർസീസ്. ഇന്ത്യയുടെ വെളിയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 6,83,00,000 ഓവർസീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി ടോട്ടൽ വേൾഡ് വൈഡ് ട്രാക്കിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 34,58,00,000. ഇനി തമിഴ്നാട് ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ 11,95,00,000. പിന്നെ സിനിമയുടെ വേൾഡ് വൈഡ് ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ 15,23,00,000. ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 169% റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറുകയാണ് നമ്മുടെ തായ് കിളവി എന്ന തമിഴ് സിനിമ. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് ഓ റോമിയോ എന്ന് പറഞ്ഞ സിനിമേന്റെ 21 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് തന്നെയാണ്. എന്തായാലും സിനിമേന്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ടോട്ടൽ 21 ദിവസം കൊണ്ട് ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് 89,31,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല സിനിമയ്ക്ക് ഓവർസീസിന് മാത്രം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 21 ദിവസം കൊണ്ട് 24,80,00,000. വേൾഡ് വൈഡ് സിനിമയ്ക്ക് 113,26,00,000. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസ് സിനിമയ്ക്ക് 88,31,00,000. ടോട്ടൽ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ ആയിട്ട് 75,01,00,000. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ ഓൾമോസ്റ്റ് 41,56,00,000 അടുത്ത് കാണുന്നുണ്ട്. ഇനി സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 52,99,00,000. 125 കോടി ബഡ്ജറ്റിൽ വരുന്ന സിനിമയും കൂടിയാണ് റോമിയോ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും സിനിമ ഈ വരുന്ന മാസം ലാസ്റ്റ് വീക്ക് OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും വേൾഡ് വൈഡ് സിനിമയ്ക്ക് 21 ദിവസം കൊണ്ട് 113 കോടിയുടെ അടുത്താണ് കാണാൻ സാധിക്കുന്നത്. ബഡ്ജറ്റ് 125 കോടിയാണ്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ ഫൈനൽ റണ്ണിൽ സിനിമ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുമോ ഇല്ലോ എന്ന്. അടുത്തൊരു സിനിമ ചാമ്പ്യൻ എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. സിനിമയിൽ നമ്മുടെ ദുൽഖർ സൽമാൻ, അൻസരാജ് ഒക്കെ വലിയ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു തെലുങ്ക് സിനിമയാണ്. എന്നാൽ പോലും സിനിമയ്ക്ക് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. തെലുങ്കിൽ ഓൾമോസ്റ്റ് 14,10,00,000. കർണാടക നോക്കുകയാണെങ്കിൽ 97,00,000. തമിഴ്നാട് 35,00,000. റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓൾമോസ്റ്റ് 67,00,000. ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് സിനിമയ്ക്ക് 16,09,00,000. ഇനി ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ 2,86,00,000 കാണാൻ സാധിക്കുന്നുണ്ട്. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ സിനിമയ്ക്ക് 18,95,00,000. എന്തായാലും പടം ഫൈനൽ കളക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ക്ലോസിംഗ് അപ്ഡേറ്റ് തന്നെയാണിത്. ബഡ്ജറ്റ് ഓൾമോസ്റ്റ് 45 കോടിയുടെ അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്.
സിനിമേന്റെ വേൾഡ് വൈഡ് ക്ലോസിംഗ് ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 9,35,00,000 കാണുന്നുണ്ട്. പിന്നെ റിക്കവറി ആയിട്ട് സിനിമയ്ക്ക് 20% ആണ്. ഓൾമോസ്റ്റ് തിയേറ്റർ റൈറ്റ്സ് അല്ലാതെ സിനിമേന്റെ നോൺ തിയേറ്റർ റൈറ്റ്സ് പരിശോധിക്കുമ്പോൾ 16 കോടിന് മുകളിലുണ്ട്. പിന്നെ സിനിമയിൽ നെറ്റ്ഫ്ലിക്സ്, സാറ്റലൈറ്റ്, മ്യൂസിക് ഒക്കെ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ടോട്ടൽ റിട്ടേൺ സിനിമയ്ക്ക് 25,35,00,000 തന്നെയാണ്. ഫൈനൽ റിക്കവറി എന്തായാലും ഓൾമോസ്റ്റ് 56% സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സിനിമ നിലവിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. കണ്ടവരാണെങ്കിൽ മറക്കാതെ പറഞ്ഞ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുത്തുക. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ മലയാളത്തിൽ നിന്നാണ്. വലത്തുവശത്തെ കള്ളൻ നമ്മുടെ ജിത്തു ജോസഫാണ് സിനിമ സംവിധാനം ചെയ്തത്. പടത്തിന്റെ കേരളത്തിലെ ഫൈനൽ ക്ലോസിംഗ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 6,01,00,000 കർണാടക നോക്കുകയാണെങ്കിൽ 37,00,000 തമിഴ്നാട് സിനിമയ്ക്ക് 30,00,000, തെലുങ്കിലെ സിനിമയ്ക്ക് 3,60,00,000. റെസ്റ്റ് ഓഫ് ഇന്ത്യ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 9,40,00,000. ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ 6,81,00,000. ഇനി സിനിമയുടെ ഓവർസീസ് ആണ്, അല്ലെങ്കിൽ GCC, UAE, അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് GCC, UK, യൂറോപ്പ്, ഓസ്ട്രേലിയ, കാനഡ, റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഒക്കെ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 4,14,00,000. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് ഫൈനലായിട്ട് 10,95,00,000. 16 കോടി ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയും കൂടിയാണ് വലത്തുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ സിനിമ. ഓൾമോസ്റ്റ് കേരള ഷെയർ ആയിട്ട് സിനിമയ്ക്ക് 2,60,00,000 കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സിനിമേന്റെ വേൾഡ് വൈഡ് ക്ലോസിംഗ് ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ 4,57,00,000. അങ്ങനെ റിക്കവറി ആയിട്ട് സിനിമയ്ക്ക് 25% ആണ് കാണാൻ സാധിക്കുന്നത്. തിയേറ്ററിക്കൽ ഡിസാസ്റ്റർ തന്നെയായി മാറുകയായിരുന്നു നമ്മുടെ വലത്തുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ മലയാള സിനിമ. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകൾ ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് വരും ദിവസങ്ങളായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് ചാനൽ കാത്തിരിക്കുന്ന ചെയ്യുക.